ക്ഷേത്രത്തിൽ തന്നെ ഞാൻ വന്നപ്പോൾ ചുമരിൽ പതിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങളിൽ തന്നെ കണ്ടു വളരെ പ്രശസ്തരായിട്ടുള്ള ഒരുപാടധികം ആളുകളെ അവരുടെ സ്വാനുഭവങ്ങൾ എങ്ങനെയാണ് പങ്കുവയ്ക്കാറ്? അവരെ കലാകാരന്മാർ ഇവിടെ വരാനും കൂടി കാരണങ്ങളുണ്ട് ഇതിൽ. കാരണം ഭഗവാൻ ഒരു നൃത്തപ്രിയനാണ്, സംഗീതപ്രിയനാണ് വിഷ്ണുവായ ഭഗവാൻ. എന്നും ഇവിടെ ഉച്ചയ്ക്ക് നൃത്തത്തിൽ വരുന്നൊരു ചടങ്ങ്. ஒரு கோயிலுக்கு போகணுன்னா அது கடவுள் கூப்பிட்டா தான் அந்த இடத்துக்கு போக முடியும். ஸோ எனக்கு வந்து கடவுளை கூப்பிட்ட மாதிரி இருக்குது. இங்கே வந்து இவ்வளோ பெரிய பூஜை பண்ணிவிட்டு എന്തെന്നില്ലാത്ത മുന്നോട്ട് നടക്കാനുള്ള ഒരു ആത്മശക്തി അതിവിടുത്തെ ദേവൻ പ്രസാദിച്ചു തന്നു എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു വലിയ കാര്യമാണ്. സുവർണ ശോഭയാണ് ഈ ക്ഷേത്രാന്തരീക്ഷം നിറയെ. ഉദയസൂര്യൻ്റെ പ്രഭ വിതറുന്ന ഈ ദേവാലയ പരിസരത്തെത്തുമ്പോൾ ഹൃദയം ശാന്തി നിർഭരമാകും, ആത്മദുഃഖങ്ങൾ അകന്നുപോകും. ഈ ദേവാലയം തൃശ്ശൂർ ജില്ലയിൽ പെരിങ്ങോട്ടുകര എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമം തന്നെയാണല്ലോ ഇത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ തന്നെ ഒരു ക്ഷേത്ര സംസ്കൃതി, ക്ഷേത്ര ഭൂപടം എടുത്തു നോക്കിയാൽ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടെ. ഏറെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെ പലരും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ തന്നെ ഞാൻ വന്നപ്പോൾ ചുമരിൽ പതിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങളിൽ തന്നെ കണ്ടു വളരെ പ്രശസ്തരായിട്ടുള്ള ഒരുപാടധികം ആളുകളെ. അപ്പോൾ അവരിവിടെ വരുമ്പോൾ അവരും ഒട്ടേറെ സ്ഥലങ്ങളിൽ പോയിട്ടുള്ളവരാണല്ലോ, അവരുടെ സ്വാനുഭവങ്ങൾ എങ്ങനെയാണ് പങ്കുവയ്ക്കാറ് ക്ഷേത്രത്തിൽ വന്നതിന്? അല്ല, അവരുടെ സ്വാനുഭവിച്ചാൽ അവരെ കലാകാരന്മാർ ഇവിടെ വരാനും കൂടി കാരണങ്ങളുണ്ട് ഇതിൽ. കാരണം ഭഗവാൻ ഒരു നൃത്തപ്രിയനാണ്, സംഗീതപ്രിയനാണ് വിഷ്ണുവായ ഭഗവാൻ. എന്നും ഇവിടെ ഉച്ചയ്ക്ക് നൃത്തത്തിൽ വരുന്നൊരു ചടങ്ങ് എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ഒരു സംഗീതപ്രിയനും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ കീഴിൽ തന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് കലാപീഠം ഉണ്ട്. ഏകദേശം ഒരു 400 കുട്ടികൾ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് അണ്ടറിലുള്ളതാണ്. അതിൻ്റെ ഇതോട് കൂടിയിട്ട് നമ്മൾ നടത്തി വരുന്നതാണ്. അപ്പോൾ നമ്മളതിപ്പോൾ കോളേജാക്കിയിട്ട് നമ്മളത് ഉയർത്താൻ പോകുന്നുണ്ട്. അത് നേരെ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഈ കുട്ടികളൊക്കെ പഠിക്കുന്നത്. അതിനങ്ങനെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷത്തിലാണ് അവരൊക്കെ വന്ന് പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം കലാകാരന്മാർക്ക് ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കലാകാരന്മാരെ പർദീസ എന്നൊക്കെ തന്നെ പറയാം. അത്രയോ അധികം ആളുകൾ ഇവിടെ ഭഗവാന്റെ അടുത്ത് വന്ന് വരികയും അവരുടെ കല പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു ഇപ്പം നമ്മളിപ്പോൾ എല്ലാ ആഴ്ചകളിലും ഉണ്ട്. ഇപ്പം അത് ചിലപ്പോൾ ക്രമേണ നമ്മളെല്ലാ ദിവസം തന്നെ അവർക്ക് എന്ന് വെച്ചാൽ ഒരുപാട് കലാകാരന്മാർക്ക് അവർ പഠിച്ചിട്ടത് എവിടെയെങ്കിലും ഒന്ന് അവതരിപ്പിക്കണ്ടേ. കലയുടെ കേളീരംഗമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം. പ്രതിഭാധനരായിട്ടുള്ള ഭാരതത്തിലെ എത്രയോ കലാകാരന്മാർ ഇവിടെ എത്തിയിരിക്കുന്നു, അവരുടെ കലാവൈഭവം പ്രകടിപ്പിച്ചിരിക്കുന്നു. പുതിയ തലമുറയ്ക്ക് കലാരംഗത്ത് പരിശീലനം നൽകുന്ന, അത് പ്രയോഗിക്കാൻ അവസരം നൽകുന്ന ഒരു വേദി കൂടിയാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ കലാപീഠം. ഈ മഹാക്ഷേത്രത്തിൽ എവിടെ തിരിഞ്ഞാലും സ്വർണ്ണപ്രഭയോടുകൂടിയ തിളക്കം മാത്രമാണ് കാണാൻ സാധിച്ചത്. അത് മനസ്സിന് ഒരു വലിയ സന്തോഷവും ഒരു വല്ലാത്ത പ്രതീതിയുമായിരുന്നു. ഒരു പോസിറ്റീവ് എനർജി, വല്ലാത്തൊരു ആത്മധൈര്യം, എന്തെന്നില്ലാത്ത മുന്നോട്ട് നടക്കാനുള്ള ഒരു ആത്മശക്തി അതിവിടുത്തെ ദേവൻ പ്രസാദിച്ചു തന്നു എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു വലിയ കാര്യമാണ്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് ഒരുപാട് കഥകളും ഉപകഥകളുമുണ്ട്. ഈ കഥകളും ഉപകഥകളുമൊക്കെ ഞാനും ഇപ്പോൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അത്രത്തോളം
ഹൃദയത്തിൽ നിന്ന് ഇത് പഠിക്കാനുള്ള അല്ലെങ്കിൽ അറിയാനുള്ളൊരാഗ്രഹം തോന്നിയത് ഈ സന്നിധിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ്. ഞാൻ ഈ ആഴ്ച തോറുമുള്ള പരിപാടികൾ പോസ്റ്റേഴ്സ് കാണുമ്പോൾ എനിക്ക് അതിശയം തോന്നാറുണ്ട്. കാരണം ഒന്നാമത് അതിൻ്റെ ഒരു കോർഡിനേഷനുള്ള പെർഫെക്ഷൻ. ഭാരതത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും ആളുകൾ വരുന്നു, പുതിയ പ്രതിഭകൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നു അല്ലേ? അതിന് ഒരുപാട് സാധ്യതകൾ വഴി തുറക്കുന്നുണ്ട് അമ്പലം. അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രങ്ങൾ നമ്മൾ ഈ കലകളായിട്ട് കൂടിയിട്ട് അത് ബന്ധിപ്പിക്കുന്നത് ഒരു നല്ല ക്ഷേത്രങ്ങളൊക്കെ അതുകൊണ്ടുള്ള ആ ക്ഷേത്രകലകളും കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് ചെയ്യുന്നത്. പിന്നെ ഭഗവാൻ അങ്ങനത്തെ ഒരു മൂർത്തിയും കൂടിയാണ് വിശ്വമായ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സാത്വിക ഭാവത്തിൽ ഇരിക്കുന്ന മൂർത്തിയാണ്, അത് സാത്വിക പൂജകൾ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കൂടിയാകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അമ്പലത്തിനോടുകൂടെ കണക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തു വരുന്നത്. അത് ഇപ്പം നമ്മളിപ്പോൾ പുതിയതായിട്ട് തന്നെ ഇപ്പം നമ്മൾ അത്തരം കാര്യങ്ങളല്ലാണ്ട് തന്നെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പം നമ്മുടെ അച്ഛൻ്റെ ജന്മശതാബ്ദി വർഷമായിരുന്നു ഈ വർഷം. അപ്പോൾ അതിന് പാവപ്പെട്ടവർക്കായിട്ട് നമ്മൾ ഒരു ദിവസം ഒരു 50 പേർക്ക് തുടക്കത്തിൽ തന്നെ ഒരു ഫ്രീ ഡയാലിസിസ് സെൻറ്റർ പണിയുന്നുണ്ട്. ദിവസം. അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ ആവുന്നത് ദിവസവും 50 പേർക്ക് എന്നൊക്കെ പറയുമ്പോൾ വലിയ കോസ്റ്റ്ലി വെച്ചാൽ ഇപ്പം നമ്മൾ ദിവസം ഒരു 50 പേർക്ക് ഡെയിലി 50,000 രൂപ ചിലവ് വരും ദിവസം. അത് ഇത് ഡയാലിസിന് മാത്രമായിട്ട് തന്നെ അത്ര ഒരു ചിലവ് വരുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ നമ്മളിപ്പോൾ നമ്മുടെ കലാപീഠം നമ്മളത് കോളേജാക്കി നമ്മളിപ്പോൾ ഉയർത്തിയിട്ട് അത് ചെയ്യുന്നുണ്ട് നമ്മൾ. പിന്നെ അതേമാതിരി തന്നെ കൺവെൻഷൻ സെൻറ്റർ പണിയുന്നുണ്ട്. അതോടുകൂടിയിട്ട് തന്നെ ഒരു ചെറിയൊരു കല്യാണ മണ്ഡപം സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്കായിട്ട് അതും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വർഷം നമ്മൾ ചെയ്യുന്നുണ്ട്. സംഭവം നമ്മൾ ട്രസ്റ്റിൻ്റെ കീഴിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോൾ നമ്മൾ അച്ഛൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം മാറ്റിവെച്ചിട്ട്, അത് ഇപ്പോൾ നേരത്തെ സംസാരിച്ച മാതിരി മാനവസേവ തന്നെ മാധവസേവ എന്നൊക്കെ പറയണ മാതിരി നമ്മൾ ആ ഒരു 10% അല്ലെങ്കിൽ എത്ര ശതമാനം നമ്മുടെ വരുമാനത്തിൻ്റെ മാറ്റി വെച്ചിട്ട് അത് പാവപ്പെട്ടവർക്കായിട്ട് ജീവകാരുണ്യത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പം ഇന്ന് ഒരുപാട് ഡയാലിസിസ് രോഗികൾ അവർക്ക് ഡയാലിസിന് പൈസ ഇല്ലാണ്ട് ദേവസ്ഥാനത്ത് വരാറുണ്ട്. നമ്മളത് കാണുമ്പോഴത്തെ ഒരു വിഷമം നമുക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ നമ്മളെന്തുകൊണ്ട് അത് നമുക്ക് തന്നെ അത് നേരിട്ട് ചെയ്തു കൊടുത്തുകൂടാ എന്നുള്ള ഒരു ഇതിലാണ് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്തരം ഒരു മറ്റ് ചികിത്സകളൊക്കെ ഗവൺമെൻറ് സംവിധാനത്തിൽ കിട്ടുന്ന ഇത്തരം ചികിത്സകൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളത് ചെയ്യാൻ പറ്റുന്നത്. ഭാരതീയ ശില്പകലയുടെ ശ്രേഷ്ഠ മാതൃകകളായ മനോഹര നിർമ്മിതികൾ പലതും ഇവിടെ കാണാം. പാലാഴി മഥനം ചുവർ ശില്പവും മഹിഷി മണ്ഡപവും ഉയരമേറിയ ശിവപാർവതി വിഷ്ണുമായ ശില്പവും ഗരുഡ സാന്നിധ്യവുമെല്ലാം നിർമ്മാണ വൈഭവത്തിൻ്റെ നിത്യസുന്ദര നിദർശനങ്ങളാണ്. വിവാഹം, വ്യവഹാരം, ദാമ്പത്യം, സന്താനലബ്ധി തുടങ്ങിയ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങുന്നതിനായി, മനപ്രയാസങ്ങൾക്ക് പരിഹാരമായി, ജീവിത പ്രതീക്ഷകളിലെ ചൈതന്യവർദ്ധനവിനായി പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി മുതൽ ആരംഭിക്കുന്ന നൃത്തദർശനം കണ്ടു തൊഴുവാൻ നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. പ്രശസ്ത അഭിനേത്രിയും ദേശീയ വനിതാ കമ്മീഷൻ അംഗവുമായ ഖുഷ്ബു പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ ഇത്തവണത്തെ സുവാസിനി പൂജയിലൂടെ സ്നേഹാദരം ഏറ്റുവാങ്ങി. ரொம்ப சந்தோஷமாக இருக்குது. நான் எப்போவுமே சொல்வேன், ஒரு கோயிலுக்கு போகணுன்னா அது கடவுள் கூப்பிட்டா தான் அந்த இடத்துக்கு போக முடியும். ஸோ எனக்கு வந்து கடவுளே கூப்பிட்ட மாதிரி இருக்குது. இங்கே வந்து இவ்வளோ பெரிய பூஜை பண்ணிவிட்டு கடவுளுக்குள்ளே சாமிக்கு மத்தியில் உட்காந்துட்டு இதெல்லாம் பார்க்குறதுக்கு எனக்கு வந்து அவகாசம் கொடுத்துருக்கிறது சாமி தான். ஸோ ஐ திங்க் இன்னைக்கு ரொம்ப விசேஷமான நாள் எனக்கு தோணுது. ஐ திங்க் ஐம் கம்மிங் ஹியர் Vishnumaya temple. I'm coming for the first time. It's such a bliss, such a truly a blessing from the God above that I was able to come here and do the puja, and I was called here. So it's amazing experience. വിഷ്ണുമായയുടെ കൽപ്പനകൾ കണ്ടും കേട്ടും സായുജ്യം നേടുവാനാകുന്നത് അപൂർവമായൊരു ആത്മീയ അനുഭവമാണ്.
ജാതിമതഭേദങ്ങളോ വർണ്ണവർഗ വിവേചനങ്ങളോ ഇല്ലാതെ ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ നിറദീപം തെളിച്ചുകൊണ്ടെത്തുന്ന ഏവർക്കുമായി പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. ശരിക്കും ക്ഷയാത് ത്രായത്തെ ഈ ക്ഷേത്രം എന്നാണ്. ക്ഷയം എന്ന് പറഞ്ഞാൽ ക്ഷീണം, ശാരീരികമായ ക്ഷീണവും മാനസികമായ ക്ഷീണവും. ഇപ്പോൾ അങ്ങ് പറഞ്ഞു നിർത്തിയത് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കുള്ള ഒരു സേവനം, സഹായം, സപ്പോർട്ടാണ്. ഇതിലുപരിയായിട്ട് മാനസികമായിട്ട് ഒരുപാടധികം പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ആത്മസംഘർഷങ്ങളൊക്കെ അനുഭവിച്ച് ഇവിടെ എത്തുന്ന അനേകം പേരുടേത് എനിക്കറിയാം. ദേശവിദേശങ്ങളിൽ ഒരുപാട്, കാരണം ഒരുപാട് സൗകര്യങ്ങളുണ്ട് പലർക്കും, പണമുണ്ട്, പ്രശസ്തിയുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് മാനസികമായിട്ടുള്ളൊരു സമാധാനം, സ്വസ്ഥതയാണല്ലോ. അതില്ലാതെ അലയുന്നവർക്ക്, ഉഴലുന്നവർക്ക് ഈ ദേവസ്ഥാനം വലിയൊരു ആശ്വാസ കേന്ദ്രമാണ്, അഭയസ്ഥാനമാണ് അല്ലേ? തീർച്ചയായിട്ടും. അവരിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അരിക്കന്നെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണെന്നുള്ളത് നമ്മളതിന് രൂപപ്പെടുത്തിയിട്ടാണ് ഈ ക്ഷേത്ര നിർമ്മാണം തന്നെ നടത്തിയുള്ളൂ. മറ്റുള്ള ക്ഷേത്രങ്ങൾ ഇതൊക്കെ മാറ്റം വരുത്തി ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അവർക്ക് അതിനൊരു സമാധാനം, അല്ലെങ്കിൽ അവർക്ക് പ്രാർത്ഥന നടത്താൻ. പിന്നെ അതുപോലെ ഇവിടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭഗവാന്റെ ഒരു കൽപ്പനയില്ല, നമ്മുടെ സങ്കടങ്ങളൊക്കെ ഉണർത്തിക്കാവുന്ന. അത് ജാതി മത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ആ സോപാനത്തിന്മേൽ കയറി നിന്നിട്ട് ഭഗവാന്റെ അടുത്ത് ആ സങ്കടം ഉണർത്തിക്കാന്നുള്ളതാണ്. പിന്നെ ഇവിടുത്തെ താമസങ്ങൾ, ആര് വന്നാലും അവർക്ക് സൗജന്യമായിട്ടാണ് താമസം, സൗജന്യമായിട്ടുള്ള ഭക്ഷണം. എല്ലാ ദിവസവും അന്നദാനമുണ്ട് ഇവിടെ, ഡെയിലി അന്നദാനമുണ്ട്. ഭക്തന്മാർക്ക് എല്ലാവർക്കും അന്നദാനമുണ്ട്. അതേമാതിരി വൈകുന്നേരം ചുറ്റുവിളക്ക് നിവേദ്യം, വൈകുന്നേരത്തെ നിവേദ്യങ്ങൾ വാങ്ങാൻ വരുന്ന ആൾക്കാരുണ്ട്, അവർക്ക് രാത്രി അതും ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ വന്നാലുണ്ട്. അതൊന്നിനും 10 പൈസ ഇല്ല. അതാണ് ഒരു ക്ഷേത്രത്തിന്, ഒരു ക്ഷേത്രത്തിന് എത്രത്തോളം മാതൃകയാകാമോ, മികവുള്ള മാതൃക, അതിനുള്ളൊരു ഉദാഹരണമാണ്. കാരണം ഒന്ന്, ജാതി മതഭേദമന്യേ ആർക്കും വിശ്വാസത്തോടുകൂടി വന്നാൽ എത്തിച്ചേരാവുന്ന ഇടം അല്ലേ. പിന്നെ ഒരുപാടധികം ആളുകൾക്ക് സ്നേഹവും സഹായവും എത്തിക്കുന്നു. പിന്നെ ഈ മൂർത്തിയുടെ ചൈതന്യമാണ് ഇതിനെല്ലാം നിലനിർത്തുന്ന ഒരു കാര്യം. അല്ല, നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എൻ്റെ ഒരു വിശ്വാസമാണ്, അപ്പോഴാണ് ഈ മൂർത്തിക്ക് ചൈതന്യം വർദ്ധിക്കുക. അത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ജനങ്ങളിലേക്ക് ജനസേവനങ്ങൾ കൂടുതൽ ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോൾ ഏതൊരു മൂർത്തിക്കും കൂടുതൽ താല്പര്യം. അപ്പോൾ അതുകൊണ്ടും പിന്നെ പൂർവിക ആചാര്യന്മാരുടെ അവരുടെ തപനിഷ്ഠകളും കാര്യങ്ങളും, ഭക്തന്മാരുടെ കൂടെ ഒരുപാട് ആൾക്കാർ വന്നുള്ള പ്രാർത്ഥനകളും അവരുടെ സന്തോഷം എല്ലാം കൂടിയാകുമ്പോൾ മൂർത്തിക്ക് ആ ചൈതന്യം തന്നെ അത് വരും. അത് ഭുവനേശ്വരി ദേവി, ബ്രഹ്മരക്ഷസ്, കുക്ഷികൽപ്പസമാധി എന്നീ പ്രതിഷ്ഠകളാൽ പവിത്രമായ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം അവർണ്ണനീയമായ തേജസ്സോടെ, അപരിമിതമായ ചൈതന്യത്തോടെ വിശ്വാസികൾക്ക് ആത്മവിശ്വാസമേകുന്നു. സൂര്യശോഭയോടെ, സുവർണകാന്തിയോടെ, ശില്പചാരുതയോടെ, വിശാല നിർമ്മിതികളോടെ ഏറെ വിശിഷ്ടമായതാണ് ഇവിടുത്തെ ക്ഷേത്രാന്തരീക്ഷം. തങ്കത്തിളക്കമുള്ള ശ്രീകോവിലിന് മുന്നിൽ കണ്ണുകളടച്ച് കൈകൂപ്പി നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ഹൃദയവ്യഥകളിൽ നിന്നും മോചനം സാധ്യമാകുന്നു. വിവിധ ക്ഷേത്രകലകളുടെ സാരസ്വതം നിറയുന്ന ദേവസ്ഥാനത്ത് ഓരോ വർഷവും നടക്കുന്ന സംഗീത നൃത്തോത്സവങ്ങളിൽ നിരവധി പ്രതിഭകൾ പങ്കെടുക്കുന്നു. സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളായ പലരും ഇവിടെ എത്തുകയും ഈ അഭൗമ തേജസ്സിന്റെ ധന്യത നേരിട്ടനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ജാതി മത വർഗ വർണ്ണ ഭാഷാ വ്യത്യാസമില്ലാതെ അനേകം ആളുകൾ അനുദിനം എത്തിച്ചേരുന്ന അഭയസ്ഥാനമായ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഓരോ ഹൃദയത്തിലും നന്മയുടെയും ഉന്നതിയുടെയും നിറദീപങ്ങൾ തെളിയിക്കട്ടെ.